വേറൊരു ഭാഗത്താകട്ടെ ദുർബലമായ ഒരു ഹദീസിന്റെ മുകളിൽ രൂപപ്പെട്ട ഒരു സംഘടന തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വാറോലയാണ് എന്ന്, അസ്വീകാര്യമാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ഇസ്ലാഹി പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞ ഒരു വചനം, ആ വചനത്തെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, KNMകാരെ പറ്റി പറഞ്ഞിരുന്ന ആക്ഷേപം. ഇതാ KNMകാർക്ക് ജിന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല, എന്ത് പരിപാടികൾ നടത്തിയാലും ജിന്നിനെ കുറിച്ചാണ് പറയാനുള്ളത് എന്നീ ആളുകൾ പരിഹസിച്ചിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ. ശരിയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. തൗഹീദാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചിന്താഗതികളെ കുറിച്ചാണ് പറയാനുള്ളത്. ആ ചിന്താഗതികളിൽ ഒന്നാണ് ഈ ജിന്നുവാദം എന്നതുകൊണ്ട് മുജാഹിദുകൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, എന്നാൽ മുജാഹിദുകൾക്കെതിരെ ഈ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉന്നയിച്ച ആളുകൾ ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് അവരുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്തിരിക്കുന്നു. രാവിലെ 9 മണി മുതൽ ഈ വൈകുന്നേരം വരെ അവർക്ക് പറയാനുള്ളത് ജിന്നിനെ കുറിച്ച് മാത്രമാണ്, വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, കേരളത്തിൽ സലഫിയത്തിന്റെ പിൻഗാമികൾ എന്ന് അവകാശപ്പെടുന്ന ലോക സലഫി പണ്ഡിതന്മാരുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന, അവരുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ തങ്ങളുടെ പ്രവർത്തകന്മാരെ വിളിച്ചുകൂട്ടി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആശയം എന്താണ്? പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് വിളിച്ചു തേടിയാൽ ശിർക്കാവുകയില്ല എന്ന വാദം, അതാണ് ഇസ്ലാം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, വെളിച്ചമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുമ്പോ ആ ശബ്ദം ജിന്നിൻ്റെതാണ് എന്ന് വിശ്വസിച്ച് അതിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന വാദമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടത്തേണ്ട ദുരവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിച്ചേർന്നു എന്നതുകൂടി ഈ ഹദീസ് സമ്മേളനത്തിന്റെ പ്രസക്തി വിളിച്ചോതുക.